ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലേപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം അവൻ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞു എന്ന് അറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു. അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹിസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. അത് സാബത്തിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പിലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്നും കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളിലൊരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്കും സ്തുതി. ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം. മുകളിലെ സുവിശേഷ ഭാഗം യേശുവിൻ്റെ ക്രൂശീകരണ വേളയിലെ വേദനാജനകമായ ഒരു നിമിഷത്തെ ചിത്രീകരിക്കുന്നു. അവൻ കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ താഴേക്ക് നോക്കി തൻ്റെ അമ്മ മറിയത്തെയും താൻ സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനെയും കണ്ടു. അവൻ അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. ശിഷ്യനോട്, ഇതാ നിൻ്റെ അമ്മ. അഗാധമായ അനുകമ്പയും സ്നേഹവും നിറഞ്ഞ ഈ രംഗം കരുതൽ, ഉത്തരവാദിത്വം, ആത്മീയ കുടുംബത്തിൻ്റെ ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അഗാധമായ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും അതികഠിനമായ കഷ്ടപ്പാടുകളുടെയും വെല്ലുവിളികളുടെയും നിമിഷങ്ങളെ അഭിമുഖീകരിക്കുന്നു. ഈ സമയങ്ങളിൽ തൻ്റെ ഇരുണ്ട മണിക്കൂറുകളിൽ യേശു വെച്ച മാതൃക ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. വലിയ വേദന സഹിക്കുമ്പോഴും അവൻ്റെ ചിന്തകൾ മറ്റുള്ളവരുടെ ക്ഷേമത്തോടൊപ്പമായിരുന്നു. അവൻ്റെ അമ്മയെ പരിപാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന ഈ നിസ്വാർത്ഥ പ്രവൃത്തി നമുക്ക് ചുറ്റുമുള്ളവരെ പിന്തുണയ്ക്കാനും ഉയർത്താനും നമ്മുടെ പോരാട്ടങ്ങൾക്കപ്പുറത്തേക്ക് നോക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തിൻ്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു. യേശു ചെയ്തതുപോലെ പരിചരണത്തിൻ്റെയും അനുകമ്പയുടെയും ഒരു സമൂഹം സൃഷ്ടിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ആവശ്യമുള്ളവർക്ക് നമ്മുടെ സ്നേഹവും പിന്തുണയും നൽകി. ഇത് കേവലം ഒരു കടമയല്ല, ഒരു പദവിയാണ്. അത് തീർത്തും ആവശ്യമുള്ള ഒരു ലോകത്ത് സ്നേഹത്തിൻ്റെ കൈകളും കാലുകളും ആയിരിക്കുക. ചെറിയ ദയാപ്രവൃത്തിയിലൂടെയോ കാര്യമായ ത്യാഗങ്ങളിലൂടെയോ ആകട്ടെ, മറ്റുള്ളവരുമായുള്ള നമ്മുടെ ഇടപെടലുകളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രതിഫലിപ്പിക്കാൻ നമുക്ക് കഴിയും. ഔദാര്യത്തിൻ്റെയും കരുതലിൻ്റെയും ആത്മാവ് ഉൾക്കൊള്ളാൻ നമുക്ക് യേശുവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാം. എല്ലാ ഇടപെടലുകളിലും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കാണാനും അനുകമ്പയോടെ പ്രതികരിക്കാനും നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ചെയ്യുന്നതിലൂടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാനും ഇരുണ്ട സാഹചര്യങ്ങളിലേക്ക് വെളിച്ചം കൊണ്ടുവരാനും കഴിയുന്ന സ്നേഹത്തിൻ്റെ അലയൊലികൾ നാം സൃഷ്ടിക്കുന്നു. ഓർക്കുക, യഥാർത്ഥ മഹത്വമുള്ളത് നമുക്ക് വേണ്ടി നാം എന്തു നേടുന്നു എന്നതിലല്ല, മറിച്ച് നമുക്ക് ചുറ്റുമുള്ളവരെ എങ്ങനെ സേവിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നു എന്നതിലാണ്.
ദൈവമാതാവായ മറിയം തൻ്റെ പുത്രനിലൂടെ സഭയെ ഒരുമിച്ച് കൂട്ടുന്നതിൽ വഹിച്ച പങ്കും ദുഃഖവെള്ളിയാഴ്ച നടന്ന ദൈവസഭയുടെ ജനന സമയത്ത് അവളുടെ സാന്നിധ്യവും ഈ ദിവസം നാം ഓർക്കുന്നു. കർത്താവ് അവളെ നമുക്ക് ഭരമേൽപ്പിച്ചു, തിരിച്ചും നമ്മെ അവൾക്ക് ഭരമേൽപ്പിച്ചു. കാരണം അവൾ നമ്മുടെ അമ്മയും നാം അവളുടെ മക്കളുമാണ്. സഭ ലോകത്തിന് വെളിപ്പെട്ട നിമിഷത്തിൽ മേരിയും സന്നിഹിതയായിരുന്നു. പെന്തക്കോസ്തിൽ സംഭവിച്ച സുവിശേഷ ദൗത്യം ആരംഭിച്ചു. ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ ദൈവഹിതം അനുസരിക്കാതെയും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുതെന്ന മുന്നറിയിപ്പിനെ അവഗണിച്ചും സൃഷ്ടിയുടെ തുടക്കത്തിൽ മനുഷ്യവർഗം പാപത്തിൽ വീണതിന് തൊട്ടു പിന്നാലെയുള്ള നിമിഷങ്ങൾ വിവരിക്കുന്നതായി ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും നാം കേട്ടു. ആദാമും ഹവ്വയും ആ വൃക്ഷത്തിൻ്റെ ഫലങ്ങൾ ഭക്ഷിക്കാൻ തിരഞ്ഞെടുത്തു. അവർ പാപത്തിൽ വീണു. അവർ കർത്താവിനെ ശ്രദ്ധിക്കാത്തതിനാൽ പകരം സാത്താൻ്റെ വ്യാജ നുണകളിലും അവൻ്റെ പ്രലോഭനങ്ങളിലും വിശ്വസിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അതേസമയം അവർ ലോകത്തിൽ അലഞ്ഞു തിരിയേണ്ടി വരുമെന്നും അവരുടെ പാപങ്ങളുടെ അനന്തരഫലങ്ങൾ അനുഭവിക്കണമെന്നും കർത്താവ് അവരോട് പറഞ്ഞതുപോലെ അവരുടെ നിരവധി പാപങ്ങളും തിന്മകളും ഉണ്ടായിരുന്നിട്ടും അവരെയെല്ലാം താൻ ഇപ്പോഴും സ്നേഹിക്കുന്നുവെന്ന് അവൻ വീണ്ടും ഉറപ്പിച്ചു. അവൻ വെളിപ്പെടുത്തി, ഒരു ദിവസം നമ്മുടെ തകർച്ചയിലേക്ക് നയിച്ച മഹാനായ ശത്രുവായ സാത്താൻ്റെ കുതന്ത്രങ്ങളെയും ശക്തിയെയും തകർക്കുന്ന ഒരു സ്ത്രീയിലൂടെ നമുക്കെല്ലാവർക്കും രക്ഷ വരും. ഈ വെളിപ്പെടുത്തൽ നമ്മുടെ രക്ഷയുടെ ചരിത്രത്തിലും പാതയിലും കർത്താവ് പരാമർശിച്ച മറിയം വഹിക്കുന്ന പങ്കിൻ്റെ പ്രവചനമാണ്. ദൈവമാതാവാകാൻ ദൈവം ഭരമേൽപ്പിച്ച തൻ്റെ പങ്ക് സ്വീകരിച്ച മറിയത്തിലൂടെ ദൈവപുത്രൻ അവളിലൂടെ ജഡത്തിൽ അവതരിച്ചു. അതിനാൽ മറിയത്തിലൂടെ ദൈവത്തിൻ്റെ രക്ഷ നമുക്കെല്ലാവർക്കും ലോകത്തിൽ വെളിപ്പെട്ടു. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും വഴി ദൈവം പിന്നീട് തൻ്റെ സഭ സ്ഥാപിക്കാൻ പോകുമ്പോൾ ഇവയെല്ലാം സാധ്യമാക്കിയത് കർത്താവ് ഭരമേൽപ്പിച്ച ദൗത്യം സ്വീകരിക്കുന്നതിനിൽ കർത്താവിൻ്റെ ദൗത്യത്തെ വിശ്വാസത്തോടും പ്രതിബദ്ധതയോടും ആശ്ലേഷിച്ച് തൻ്റെ കർത്താവിനെ ഭരമേൽപ്പിച്ചുകൊണ്ട് മറിയയുടെ പങ്ക് കൊണ്ടാണ്. ഇത് ദൗത്യത്തിൽ സ്വയം പൂർണ്ണമായി പ്രതിജ്ഞാബദ്ധനാകുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളിൽ നിന്ന് എടുത്ത ഇന്നത്തെ ആദ്യ വായനയിൽ കർത്താവായ യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത നിമിഷത്തെക്കുറിച്ചാണ് നാം കേട്ടത്. എന്നാൽ അതിനു മുമ്പ് പെന്തക്കോസ്തിൽ പരിശുദ്ധാത്മാവ് വരുന്നതിനു മുമ്പ് അവിടെ കർത്താവിൻ്റെ ശിഷ്യന്മാരെ പരാമർശിച്ചു. അപ്പോസ്തലന്മാരും മറ്റു ശിഷ്യന്മാരും നമ്മുടെ കർത്താവിൻ്റെ അമ്മയായ മറിയവും ഈ സംഘത്തിൻ്റെ ഭാഗമായി ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരു ജനതയായി ഒത്തുചേരുകയും ലക്ഷ്യത്തിൽ ഐക്യപ്പെടുകയും പരിശുദ്ധനായ സഹായിയുടെ വരവിനായി കാത്തിരിക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവിൻ്റെ വരവിനായി. ആ നിമിഷം സന്നിഹിതയായ മറിയം ആദിമസഭയുടെ കാര്യങ്ങളിൽ അവളുടെ അടുപ്പവും പങ്കാളിത്തവും സൂചിപ്പിക്കുന്നു. കർത്താവിൻ്റെ മാതാവ് എല്ലാ വിശ്വാസികളുടെയും വിശുദ്ധ ദൈവജനത്തിൻ്റെയും മാതാവ്. അവൾ ആ സഭയുടെ ഭാഗമായതിനാൽ അവളെ സഭയിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ല. മാത്രമല്ല, അവൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്നു. പെന്തക്കോസ്ത സമയത്ത് മറിയം മറ്റെല്ലാ ശിഷ്യന്മാരോടും കൂടെ ഉണ്ടായിരുന്നുവെന്നും പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേൽ ഇറങ്ങിയെന്നും അപ്പസ്തോലിക പാരമ്പര്യങ്ങളിൽ പറയുന്നു. മറിയം കൃപ നിറഞ്ഞവളും പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ അവതാരത്തിൽ മുമ്പ് അവളിലൂടെ പ്രവർത്തിച്ചിരുന്നു. മറിയയുടെയും എല്ലാ ശിഷ്യന്മാരുടെയും മേൽ വന്ന പരിശുദ്ധാത്മാവ് ഇതിൽ ദൈവസ്നേഹം പ്രകടമാക്കിയ പരിശുദ്ധാത്മാവിൻ്റെ ഈ സാന്നിധ്യത്തെ പ്രതീകപ്പെടുത്തുന്നു. ലോകം അവൻ്റെ സഭയെ ലോകമെമ്പാടും പ്രകടമാക്കുന്നു. പെന്തക്കോസ്ത നിമിഷത്തിൽ മറിയം ഒരു കേന്ദ്ര കഥാപാത്രമായി അവിടെ ഉണ്ടായിരുന്നത് സഭയുമായുള്ള അവളുടെ അടുപ്പത്തെയും സഭയുടെ മാതാവായതിനെയും സൂചിപ്പിക്കുന്നു. എല്ലാ വിശ്വസ്തരായ ദൈവജനങ്ങളെയും അവളുടെ പ്രിയപ്പെട്ട മക്കളെയും അവളുടെ പുത്രനിലേക്ക് നയിക്കുന്നു. കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് വന്ന രക്തവും വെള്ളവും
ദുഃഖ വെള്ളിയാഴ്ചയിൽ തകർന്നും ചതച്ചും കിടന്നു. അവൻ്റെ അഭിനിവേശത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും മരണത്തിൻ്റെയും അവസാനം വിശുദ്ധ കുർബാനയുടെ കൂദാശയുടെയും അന്ത്യത്താഴത്തിലെ ശുശ്രൂഷക പൗരോഹിത്യത്തിൻ്റെയും തൻ്റെ മുൻ സ്ഥാപനത്തിലൂടെയും പുതിയതും ശാശ്വതമായ പെസഹ, പുതിയതും ശാശ്വതമായ ഉടമ്പടിയുടെ സമ്പൂർണമായ വഴിപാടും യാഗവും പൂർത്തിയാക്കിയതിലൂടെ ക്രിസ്തു സഭ രൂപീകരിച്ചു. എല്ലാ വിശ്വാസികളെയും തന്നോട് ഒന്നിപ്പിക്കുന്ന അവൻ്റെ ശരീരം. ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ പാരമ്യത്തിലും ഉന്നതിയിലും ദുഃഖ വെള്ളിയാഴ്ച കർത്താവായ യേശു സഭയുടെ ജന്മദിനമായ കാൽവരിയിൽ തൻ്റെ കുരിശിൽ മരിക്കുമ്പോൾ നടന്ന സംഭവങ്ങളുടെ വിവരണം നാം കേട്ടു. യഥാർത്ഥത്തിൽ ദുഃഖ വെള്ളിയാഴ്ച തന്നെ സംഭവിച്ചു. കർത്താവ് നമ്മുടെ രക്ഷയ്ക്കായി തൻ്റെ ജീവൻ നൽകിയ ആ നിമിഷത്തിൽ ഒപ്പം അവൻ നമ്മെ എല്ലാവരെയും തൻ്റെ പ്രിയപ്പെട്ട അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ നമ്മുടെ അമ്മയാകാൻ നമുക്കെല്ലാവർക്കും അവളുടെ മക്കളാകാനും കഴിയും. അതിനാൽ ഈ സുപ്രധാന പ്രതീകാത്മക പ്രവൃത്തിയിലൂടെ കർത്താവ് തൻ്റെ സഭയെ സ്ഥാപിച്ചു. അത് തൻ്റെ അപ്പസ്തോലന്മാർക്കും ഒന്നാമതായി സഭയുടെ മാതാവായി തീർന്ന തൻ്റെ മാതാവ് മറിയത്തിനും നമ്മെ എല്ലാവരെയും സ്നേഹിക്കാനും പരിപാലിക്കാനും സ്നേഹനിധിയായിരിക്കാൻ ദൈവസഭയിൽ. അതുകൊണ്ടാണ് ഇന്ന് നാം എല്ലാവരും നമ്മുടെ സ്നേഹനിധിയായ അമ്മ മറിയം, നമ്മുടെ മാതാവ്, സഭയുടെ മാതാവ് എന്നിവയ്ക്കായി വളരെ മഹത്തായതും അത്ഭുതകരവുമായി സന്തോഷിക്കുന്നത്. നമ്മുടെ സ്നേഹനിധിയായ അമ്മ എപ്പോഴും വിശ്വസ്തതയും അവളുടെ ദൗത്യത്തോടും വിളിയോടും പ്രതിബദ്ധതയുള്ളവരുമായിരിക്കുന്നതിൽ നമുക്ക് കാണിച്ചു തന്ന മഹത്തായ മാതൃകകൾക്കും പ്രചോദനങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. സ്വർഗത്തിലെ അവളുടെ പ്രിയപ്പെട്ട പുത്രൻ്റെ ലൂർദ്, ഫാത്തിമ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട മേരി കാലത്തും ചരിത്രത്തിലും ആവർത്തിച്ച് ഇടപെടുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കർത്താവും രക്ഷകനുമായ അവളുടെ പുത്രനിൽ രക്ഷ പ്രാപിക്കാൻ സഭാമാതാവായ മറിയം നമുക്കെല്ലാവർക്കും ഏകവും പരിശുദ്ധവും കത്തോലിക്ക അപ്പോസ്തോലിക സഭയുടെ ഭാഗവുമായ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളായ മറിയം കരുതുന്ന മഹത്തായ മാതൃക സ്നേഹത്തിന് നിരന്തരം സാക്ഷ്യം വഹിക്കുകയും അനുഭവിക്കുകയും ചെയ്തു. അവളുടെ പ്രിയപ്പെട്ടവരെ, അവളുടെ നല്ല മാതൃകകളും ദൈവത്തിലുള്ള അവളുടെ വിശ്വാസവും പിന്തുടരാൻ നമുക്കെല്ലാവർക്കും ശ്രമിക്കാം. കൂടാതെ അവൾ നമ്മോട് കാണിച്ച അതേ സ്നേഹം കാണിക്കുക. ഒന്നാമതായി അവളുടെ പുത്രനെ, നമ്മുടെ കർത്താവിനെയും ദൈവത്തെയും പൂർണ്ണ സ്നേഹത്തോടെ സ്നേഹിക്കുക. നമ്മുടെ എല്ലാ ശക്തിയോടെയും അതുപോലെ നമ്മുടെ സഹോദരന്മാരെ സ്നേഹിക്കുകയും പരസ്പരം പരിപാലിക്കാനുള്ള എല്ലാ ആത്മാർത്ഥതയോടെയും ആത്മാർത്ഥമായ ആഗ്രഹത്തോടെയും കർത്താവും അവൻ്റെ അനുഗ്രഹീത അമ്മയും നമ്മുടെ അമ്മയും നമ്മെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുക. കർത്താവ് നമ്മെ എല്ലാവരെയും തുടർന്നും അനുഗ്രഹിക്കട്ടെ. അവൻ്റെ സ്നേഹനിധിയായ മാതാവ്, സഭയുടെ മാതാവ്, ദൈവസഭയിൽ നമ്മെ എല്ലാവരെയും സഹായിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ എല്ലാ പ്രയത്നങ്ങളിലും നല്ല പ്രവൃത്തികളിലും ദൈവം നമ്മെ മഹത്വപ്പെടുത്തുന്നത് തുടരട്ടെ. നമ്മുടെ എല്ലാ പ്രയത്നങ്ങളിലും നല്ല പ്രവൃത്തികളിലും നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് തുടരും. നമ്മുടെ ജീവിതം കൂടുതൽ ആളുകളോട് അവൻ്റെ സത്യം പ്രഖ്യാപിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി.